അവൾക്ക് കയ്പുള്ള ആഹാരങ്ങൾ ഭയങ്കര ഇഷ്ടം അത്രേ. ആൻഡ് ഷീസ് ഓൾവേസ് ബിൻ ദിസ് വിയേർഡോ. അവളുടെ ക്ലാസ് റൂമിലൊക്കെ അവള് പാവയ്ക്കൊക്കെ വെറുതെ ഇരുന്ന് കടിച്ച് തിന്നും, പച്ചക്കൊക്കെ ചിക്കനി. ഞാനും ക്യൂരിയസ് ആയി ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ അവള് പറയാണേ, ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനായിട്ട് കയ്പുള്ള എന്തോ സാധനം അവരുടെ അമ്മ ബ്രസ്റ്റിൽ പുരട്ടി പാല് കൊടുത്തപ്പോഴും അവള് കുടിച്ചു അത്ര കണ്ടിന്യൂസ് ആയിട്ട്. കാരണം അവള് നിർത്തുന്ന സ്റ്റേജിലുള്ള കുഞ്ഞിന് അങ്ങനെ കൊടുക്കുന്നത് ഡിഫറെന്റ് ദാൻ നിർത്താൻ ഒരു പ്ലാനും ഇല്ലാത്ത സ്റ്റേജിലുള്ള കുഞ്ഞിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പം മാക്സിമം ആളുകള് അവേഴ്സീവായിട്ട് നിർത്താനാണ് സാധ്യത. കാരണം അതൊരു ഷോക്കാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും നാളെ ഞാൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് പോയിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഭയങ്കര ഒരു ഷോക്കാണ് നെർവസ് സിസ്റ്റത്തിന് തന്നെ. ബേസിക് ട്രസ്റ്റ് ഇഷ്യൂസ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ നെർവസ് സിസ്റ്റം എത്ര സ്ട്രോങ് ആന്നേ, കയ്പുള്ള കാര്യം പോലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമ്മൾ ഒരു കാരണവശാലും ഒരു ഷോക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളിൽ. ഗ്രാജുവൽ ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നിന്നും വീനിങ്, ആ പ്രോസസ്സിന് പറയുന്ന വീനിങ് ചെയ്യിപ്പിച്ചെടുക്കാൻ ഡോക്ടർ ജെ ഗോർഡൻ എന്ന് പറഞ്ഞൊരു പീഡിയാട്രിഷ്യൻ തന്നെ കുറെ മെത്തഡോളജീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജെന്റിൽ വീനിങ് സ്ട്രാറ്റജീസ് എന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലാവുന്ന ആ ഒരു ചെറിയൊരു ഫേസ് വരുമ്പോൾ നമുക്ക് ഈ ഫീഡ് അങ്ങ് സ്കിപ്പ് ചെയ്താലോ, അടുത്ത ഫീഡ് അമ്മ തരാം, ഇപ്പൊ കുഞ്ഞു കളിക്ക്, അങ്ങനെ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജീസ് വിത്തൗട്ട് റിയലി ഹാമിങ് ദ ചൈൽഡ്. പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഭാഗം ആവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കൊക്കെ അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയത്. ബാക്കിയുള്ളവരുടെ കഥകളും അവരുടെ എക്സ്പീരിയൻസസും ഇവരിങ്ങനെ ചെയ്തു അല്ലേ, അപ്പം ഞാനും അങ്ങനെ ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ടിപ്സ്. കാരണം നമുക്കിന്ന് ആ കമ്മ്യൂണിറ്റി ഇല്ല. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇന്ന് എവിടെയാണ് ഈ വില്ലേജ്?